ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങക്കായയും മാങ്ങയും കൊണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ കറി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 3 മുരിങ്ങക്കായ, 1 മാങ്ങ, 2 പച്ചമുളക് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോ മുരിങ്ങക്കായും രണ്ടായിട്ടൊന്ന് മുറിച്ച് വെച്ചതുകൊണ്ടാണ് 6ആയിട്ട് തോന്നുന്നത് കേട്ടോ. മുരിങ്ങക്കായ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു അളവിൽ മുറിച്ചെടുത്തിട്ട് നടുഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കണം. മൊത്തം അങ്ങ് വിടർന്ന് പോകണ്ട, ഒരറ്റം മാത്രം പൊന്തി കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ മുരിങ്ങക്കായും മാങ്ങയും മുറിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളകും അറ്റം പിളർന്ന് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ കറിക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 6 ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മുളക് പൊടി 1 ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അളവിലും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഈ കറിക്ക് ആവശ്യത്തിനായ വെള്ളം ഇപ്പോൾ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വെള്ളം ഒരുപാട് കൂടി പോകണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് തിളച്ച് കുറുകി വറ്റി വരുന്നതാണ്. ഇനി ഇത് സ്റ്റവയിലേക്ക് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഈ കറി ഒന്ന് വെന്ത് വരട്ടെ. അതായത് ഒരു 2 മിനിറ്റ് സമയം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. നേരത്തെ മുറിച്ച് വെച്ച മുരിങ്ങക്കായ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങക്കായ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങായും പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ഒരുപാട് കൂടി പോകരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇനി ഈ കറി അടച്ച് വെച്ച് 5-6 മിനിറ്റ് സമയം നമുക്കിത് വേവിച്ചെടുക്കാം. ഏകദേശം 6 മിനിറ്റ് സമയം കഴിഞ്ഞു. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. കറിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്കൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉള്ളി അരിഞ്ഞതും മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് താളിച്ച് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തളിച്ച് ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. വെളിച്ചെണ്ണയിലാണ് ഞാൻ തളിച്ച് ചേർത്തിട്ടുള്ളത്. ശരിക്കും നാടൻ മുരിങ്ങക്കായ മാങ്ങാക്കറി തന്നെയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.